ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോവുക 2026 ലോഗോസ് പരീക്ഷയുടെ പഠന ഭാഗമായ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 40 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഒരു ചോദ്യത്തിന് ശേഷവും 4 ഓപ്ഷൻസും അതിനുശേഷം ശരിയായ ഉത്തരവും നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ കേട്ടു പോകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ അത് മാർക്ക് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇത് പരസ്പരം പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നേടുവാൻ സഹായിക്കുന്ന തരത്തിൽ 100 പരീക്ഷകൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഈ 100 പരീക്ഷകൾക്കും കൂടി ആകെ 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് 300 രൂപ അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനു മുമ്പ് നടന്ന മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ലിങ്കുകളും അയച്ചു തരുന്നതായിരിക്കും. 1. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 20 വാക്യങ്ങൾ, ബി 22 വാക്യങ്ങൾ, സി 24 വാക്യങ്ങൾ, ഡി 25 വാക്യങ്ങൾ. ഉത്തരം 25 വാക്യങ്ങൾ. 2. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2-ലെ ആദ്യത്തെ തലക്കെട്ട് ഏതാണ്? ഓപ്ഷൻസ്: എ കാനായിലെ വിവാഹ വിരുന്ന്, ബി യേശുവിൻ്റെ അത്ഭുതങ്ങൾ, സി ദേവാലയ ശുദ്ധീകരണം, ഡി ശിഷ്യന്മാരുടെ വിളി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കാനായിലെ വിവാഹ വിരുന്ന്. 3. എവിടെയാണ് 3-ാം ദിവസം ഒരു വിവാഹ വിരുന്ന് നടന്നത്? ഓപ്ഷൻസ്: എ യെരുസലേമിൽ, ബി ബത്ലഹേമിൽ, സി ഗലീലിലെ കാനായിൽ, ഡി നസ്രത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗലീലിലെ കാനായിൽ. 4. ഗലീലിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്ന സ്ഥലത്ത് ആരാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി യേശുവിൻ്റെ അമ്മ, സി യോഹന്നാൻ, ഡി പത്രോസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യേശുവിൻ്റെ അമ്മ. 5. യേശുവും ശിഷ്യന്മാരും എന്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു? ഓപ്ഷൻസ്: എ പ്രാർത്ഥനയ്ക്കായി, ബി ഉപവാസത്തിനായി, സി വിരുന്നിനായി, ഡി യാത്രയ്ക്കായി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിരുന്നിനായി. 6-ാമത്തെ ചോദ്യം: അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ ആരോടാണ് ആ കാര്യം പറഞ്ഞത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാരോട്, ബി യേശുവിനോട്, സി കലവറക്കാരനോട്, ഡി പരിചാരകനോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യേശുവിനോട്. 7. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ വിരുന്ന് അവസാനിച്ചു, ബി അവർ സന്തോഷത്തിലാണ്, സി അവർക്ക് വീഞ്ഞില്ല, ഡി ഭക്ഷണം മതിയായില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അവർക്ക് വീഞ്ഞില്ല. 8. അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞപ്പോൾ യേശു അവളോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഞാൻ ഉടൻ ചെയ്യും, ബി സ്ത്രീയെ എനിക്ക് നിനക്കുമെന്ത്, സി കാത്തിരിക്കൂ, ഡി ഞാൻ അറിയുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്,
സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? 9ാമത്തെ ചോദ്യം, സ്ത്രീയെ എനിക്ക് നിനക്ക് എന്ത് എന്ന് ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ അമ്മ യേശുവിനോട്, ബി ശിഷ്യൻ യേശുവിനോട്, സി യേശു അമ്മയോട്, ഡി പരിചാരകൻ അമ്മയോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അമ്മയോട്. 10. എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് യേശു എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഇപ്പോൾ സമയമാണ്, ബി ഞാൻ തയ്യാറാണ്, സി എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, ഡി നിങ്ങൾ കാത്തിരിക്കൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. 11. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ യേശു ശിഷ്യന്മാരോട്, ബി യേശുവിൻ്റെ അമ്മ പരിചാരകരോട്, സി പരിചാരകൻ ജനങ്ങളോട്, ഡി ശിഷ്യൻ അമ്മയോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യേശുവിൻ്റെ അമ്മ പരിചാരകരോട്. 12ാമത്തെ ചോദ്യം, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ്: എ 4 കൽഭരണികൾ, ബി 5 കൽഭരണികൾ, സി 6 കൽഭരണികൾ, ഡി 7 കൽഭരണികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 6 കൽഭരണികൾ. 13. എന്തിലാണ് 2 or 3 അളവ് കൊള്ളുമായിരുന്നത്? ഓപ്ഷൻസ്: എ പാത്രങ്ങളിൽ, ബി കലങ്ങളിൽ, സി ഓരോ കൽഭരണിയിലും, ഡി കുപ്പികളിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓരോ കൽഭരണിയിലും. 14. ഭരണിയിൽ എന്ത് നിറയ്ക്കുമെന്നാണ് യേശു അവരോട് കൽപ്പിച്ചത്? ഓപ്ഷൻസ്: എ പാൽ, ബി വീഞ്ഞ്, സി വെള്ളം, ഡി എണ്ണ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വെള്ളം. 15. യേശു കൽപ്പിച്ചതനുസരിച്ച് അവർ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ അവർ അവയെല്ലാം വക്കോളം നിറച്ചു, ബി അവർ ഒഴിഞ്ഞു വെച്ചു, സി അവർ പകുതി നിറച്ചു, ഡി അവർ മാറ്റിവെച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, എ അവർ അവയെല്ലാം വക്കോളം നിറച്ചു. 16. കൽഭരണികൾ വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു? ഓപ്ഷൻസ്: എ ഇനി നിർത്തൂ, ബി ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ, സി ഇനി ഒഴിക്കുക, ഡി ഇനി സൂക്ഷിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ. 17. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ പരിചാരകർ എന്തു ചെയ്തു? ഓപ്ഷൻസ്: എ അവർ നിരസിച്ചു, ബി അവർ സംശയിച്ചു, സി അവർ കാത്തിരുന്നു, ഡി അവർ അപ്രകാരം ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അവർ അപ്രകാരം ചെയ്തു. 18. കലവറക്കാരൻ വീഞ്ഞായി മാറിയ എന്ത് രുചിച്ചു നോക്കി? ഓപ്ഷൻസ്: എ പാൽ, ബി വെള്ളം, സി ജ്യൂസ്, ഡി എണ്ണ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വെള്ളം. 19. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ്: എ അത് വളരെ നല്ലതാണ്, ബി അത് മോശമാണ്, സി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല, ഡി അത് പഴയതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. 20. അത് എവിടെ നിന്നാണെന്ന് കലവറക്കാരൻ അറിഞ്ഞില്ല, എന്നാൽ ആര് അറിഞ്ഞിരുന്നു? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി ജനങ്ങൾ, സി വെള്ളം കോരിയ പരിചാരകർ, ഡി യേശുവിന്റെ അമ്മ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വെള്ളം കോരിയ പരിചാരകർ. 21. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ, ആര് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ശിഷ്യൻ മണവാളനോട്, ബി യേശു കലവറക്കാരനോട്, സി അമ്മ യേശുവിനോട്,
ഡി കലവറക്കാരൻ മണവാളനോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കലവറക്കാരൻ മണവാളനോട്. 22. ഏതു തരം വീഞ്ഞാണ് ആദ്യം വിളമ്പുന്നത്? ഓപ്ഷൻസ്: എ താഴ്ന്ന തരം, ബി മേൽത്തരം, സി പഴയ വീഞ്ഞ്, ഡി പുതിയ വീഞ്ഞ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മേൽത്തരം. 23. യേശു എന്ത് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം? ഓപ്ഷൻസ്: എ തന്റെ മഹത്വം, ബി തന്റെ ശക്തി, സി തന്റെ ജ്ഞാനം, ഡി തന്റെ ദയ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, തന്റെ മഹത്വം. 24. ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതത്തെ തുടർന്ന് ആരാണ് അവനിൽ വിശ്വസിച്ചത്? ഓപ്ഷൻസ്: എ ജനങ്ങൾ, ബി പുരോഹിതർ, സി ശിഷ്യന്മാർ, ഡി ഭരണാധികാരികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശിഷ്യന്മാർ. 25. കാനായിലെ അത്ഭുതത്തെ തുടർന്ന് യേശു ആരോട് കൂടിയാണ് കഫർനാമിലേക്ക് പോയത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാരോട് മാത്രം, ബി ജനങ്ങളോട് കൂടെ, സി പുരോഹിതന്മാരോട് കൂടെ, ഡി തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി. 26. വിശുദ്ധ യോഹന്നാന്റെ അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ അധ്യായം 2 രണ്ടാമത്തെ തലക്കെട്ട് ഏതാണ്? ഓപ്ഷൻസ്: എ കാനായിലെ അത്ഭുതം, ബി യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു, സി ശിഷ്യന്മാരുടെ വിളി, ഡി യേശുവിന്റെ ഉപദേശങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. 27. എന്ത് അടുത്തിരുന്നതിലാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? ഓപ്ഷൻസ്: എ ദഹനബലി, ബി സാബത്ത്, സി യഹൂദരുടെ പെസഹ, ഡി ഉത്സവം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യഹൂദരുടെ പെസഹ. 28. യേശു എന്തെല്ലാമാണ് ദേവാലയത്തിൽ കണ്ടത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാരെ, ബി പുരോഹിതന്മാരെ, സി കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റുന്നവരെയും, ഡി കുട്ടികളെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റുന്നവരെയും. 29. അവൻ കയറുകൊണ്ട് എന്തുണ്ടാക്കി? ഓപ്ഷൻസ്: എ ഒരു ചമട്ടി, ബി ഒരു കയർ, സി ഒരു വല, ഡി ഒരു കൊടി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒരു ചമട്ടി. 30. അവൻ കയറുകൊണ്ട് ആ ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ അനുഗ്രഹിച്ചു, സി അവരെ പഠിപ്പിച്ചു, ബി അവരെ പഠിപ്പിച്ചു, സി ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി, ഡി അവരോട് ക്ഷമിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. 31. നാണയമാറ്റക്കാരുടെ എന്താണ് യേശു ചിതറിച്ചത്? ഓപ്ഷൻസ്: എ മേശകൾ, ബി പണം, സി നാണയങ്ങൾ, ഡി സാധനങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നാണയങ്ങൾ. 32. പ്രാവുകൾ വിൽക്കുന്നവരോട് യേശു എന്താണ് കൽപ്പിച്ചത്? ഓപ്ഷൻസ്: എ ഇവ വിൽക്കുക, ബി ഇവ വയ്ക്കുക, സി ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ, ഡി ഇവ സൂക്ഷിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. 33. ചോദ്യം: എന്ത് നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുതെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ ദേവാലയം, ബി എൻ്റെ പിതാവിന്റെ ആലയം, സി വിപണി, ഡി വീട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എൻ്റെ പിതാവിന്റെ ആലയം. 34. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരാണ് അനുസ്മരിച്ചത്? ഓപ്ഷൻസ്: എ ജനങ്ങൾ, ബി പുരോഹിതർ, സി യേശുവിന്റെ ശിഷ്യന്മാർ, ഡി രാജാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യേശുവിന്റെ ശിഷ്യന്മാർ. 35. ഇത് ചെയ്യാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ആരോട് ചോദിച്ചു?
ഓപ്ഷൻസ് എ ശിഷ്യർ യേശുവിനോട്, ബി പുരോഹിതർ ജനങ്ങളോട്, സി യഹൂദർ യേശുവിനോട്, ഡി അമ്മ ശിഷ്യന്മാരോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യഹൂദർ യേശുവിനോട്. 36 നിങ്ങളെ ദേവാലയം എന്ത് ചെയ്യുക എന്നാണ് യേശു യഹൂദന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ നശിപ്പിക്കുക, ബി പണിയുക, സി ശുദ്ധീകരിക്കുക, ഡി സംരക്ഷിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, നശിപ്പിക്കുക. 37ാമത്തെ ചോദ്യം, നിങ്ങളെ ദേവാലയം നശിപ്പിക്കുക, എത്ര ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ് എ 2 ദിവസത്തിനുള്ളിൽ, ബി 5 ദിവസത്തിനുള്ളിൽ, സി 7 ദിവസത്തിനുള്ളിൽ, ഡി 3 ദിവസത്തിനുള്ളിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3 ദിവസത്തിനകം. 38ാമത്തെ ചോദ്യം, ജെറുസലേം ദേവാലയം പണിയാൻ എത്ര സംവത്സരം എടുത്തു? ഓപ്ഷൻസ് എ 40, ബി 45, സി 50, ഡി 46. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 46. 39ാമത്തെ ചോദ്യം, ദേവാലയം എന്നതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത്? ഓപ്ഷൻസ് എ കെട്ടിടം, ബി പട്ടണം, സി തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റി, ഡി രാജ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റി. അവസാനത്തെ ചോദ്യം 40, എന്തുകൊണ്ടാണ് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചത്? ഓപ്ഷൻസ് എ അവന്റെ വചനങ്ങൾ, ബി അവന്റെ രൂപം, സി അവന്റെ ശബ്ദം, ഡി പെസഹ തിരുനാളിൽ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പെസഹ തിരുനാളിൽ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ട്.